സോ ഗൈസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വിജയ് അണ്ണന്റെ ലാസ്റ്റ് പടമായിട്ടുള്ള ജനനായകന്റെ റിലീസ് ഓൾമോസ്റ്റ് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ വോയിസ് ചെയ്യുന്ന സമയം വരെ ആ പടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇതുപോലൊക്കെ വെട്ടിമുറിക്കാനും തടഞ്ഞു വെക്കാനും ഇതിന് മാത്രം ആ പടത്തിൽ എന്താ ഉള്ളതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ബട്ട് എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതിലും വലിയ പൊളിറ്റിക്സും പ്രൊപ്പഗണ്ടയും പറയുന്ന പടങ്ങളൊക്കെ ഇവിടെ റിലീസ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഇവിടെ ഇതിനു മാത്രം ആ ഒരു പടം വെട്ടിമുറിക്കണമെന്നൊക്കെ ഒരു പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പടത്തിന് റിലീസ് ഇതുപോലെ വൈകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ പടത്തിന്റെ പ്രശ്നം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഒരു സംഭവത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സിനിമ റിലീസിന്റെ പേരിൽ അല്ലെങ്കിൽ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണോ പുള്ളി ഇതുപോലെ ഒരു കോൺട്രവേഴ്സി നേരിടുന്നത്? മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, ഒരു വിജയ് പടം ഇറങ്ങുമ്പോഴത്തേക്കിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഒന്നെങ്കിൽ പടം ഇറങ്ങുന്നതിന് മുമ്പായിരിക്കും, അതായത് റിലീസിന് മുമ്പ് ഇപ്പൊ ജനനായകന് വന്നതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ലിയോയിൽ മറ്റേ പാട്ടിന് പ്രശ്നം വന്ന പോലെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. ഇപ്പൊ നമ്മുടെ മെർസലിനൊക്കെ വന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. നമ്മൾ വെറുതെ ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ 2012 ഇറങ്ങിയ തുപ്പാക്കി, ആ പടത്തിന്റെയൊക്കെ പോസ്റ്റർ ഇറങ്ങിയതിന് വരെ പ്രശ്നമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു തരാം, ഈ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഈ ഒരു പോസ്റ്ററിൽ വിജയ് ഒരു സിഗാർ വലിക്കുന്ന സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതിലിപ്പോ എന്താ പ്രശ്നം, ഇതിലെന്താ കോൺട്രവേഴ്സി ആയ കാര്യമെന്ന്. ഇതിലെന്താ പ്രത്യേകിച്ച് കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും ഈ പോസ്റ്റർ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. കുറെ ആക്ടിവിസ്റ്റും കുറെ ഹെൽത്ത് ഓർഗനൈസേഷൻ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ പോസ്റ്റർ എടുത്തങ്ങ് ക്രിട്ടിസൈസ് ചെയ്തു. അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ പ്രശ്നം. പിന്നെ പടത്തിന്റെ പേര് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി. അതായത് കള്ള തുപ്പാക്കി എന്ന് പറഞ്ഞ് ഓൾറെഡി ഒരു പടം നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ പടം തുപ്പാക്കി റിലീസായി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ബട്ട് എനിക്ക് തോന്നുന്നു ആ പടം തുപ്പാക്കിക്കൊക്കെ മുമ്പേ പടം പേര് രജിസ്റ്റർ ചെയ്തെന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പിന്നെ തുപ്പാക്കി എന്നുള്ള പേര് വന്നപ്പോഴത്തേക്കിന് രണ്ട് പേര് സിമിലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കള്ള തുപ്പാക്കിയുടെ ആൾക്കാർ ലീഗലി മൂവ് ചെയ്തു. അങ്ങനെ ഈ പ്രശ്നം കാരണം പടത്തിന് ട്രെയിലർ ഡിലേ ആയി എന്നൊക്കെയാണ് ഞാനിപ്പോൾ വായിച്ചപ്പോൾ കണ്ടത്. എനിക്കിതൊന്നും നേരത്തെ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ തപ്പി പോയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇത് കൂടാതെ ഏതോ മുസ്ലിം അസോസിയേഷൻസ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന്, അതായത് ഈ പടത്തിന്റെ കഥയിൽ മുസ്ലിംസിനെ ടെററിസ്റ്റ് ആയിട്ട് കാണിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അതിലും കുറെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ പടം റിലീസായി, പടം ഹിറ്റടിച്ച്. അത് കഴിഞ്ഞ് അടുത്ത വർഷം നമ്മുടെ തലൈവ എന്ന് പറയുന്ന പടം ഇറങ്ങിയപ്പം അതിനും പ്രശ്നം. അതായത് ഈ പടത്തിന്റെ ടൈറ്റില് തലൈവ ടൈം ടു ലീഡ് എന്നാണല്ലോ, അതിന് പ്രശ്നം. അന്നത് വലിയ ചർച്ചയൊക്കെ ആയെന്നാണ് പറയുന്നത്. ആ ടൈമില് നമ്മുടെ തമിഴ്നാട്ടിലെ റൂളിംഗ് പാർട്ടി ആ ഒരു പടം റിലീസ് ആവാതിരിക്കാൻ വേണ്ടി ബാൻ വരെ ചെയ്തു തമിഴ്നാട്ടിൽ. അത് കഴിഞ്ഞ് പടം ബാക്കി എല്ലായിടത്തും റിലീസായി ഓൾമോസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ പടം റിലീസായത്. അതായത് ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഈ സംഭവങ്ങളിലൊക്കെ ഭൂരിഭാഗം കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. തലൈവയൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അറിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാനിത് വായിച്ച സാധനം ഇവിടെ കൊടുത്തേക്ക്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി പറയുന്നതൊന്നും ആരും പറയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു മെയിൻ ഇഷ്യൂ വരുന്നത് നമ്മുടെ മെർസലിന്റെ സമയത്താണ്. ഈ ഒരു സംഭവം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. GSTയുടെ പേരിലുണ്ടായ ഇഷ്യൂവിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുറെ ആക്ടേഴ്സ് ഒക്കെ മുമ്പിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ കുറെ ഹെയ്റ്റ് വന്നു. പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അന്ന് അണ്ണൻ ഒരു പോസ്റ്റ് ഇട്ട് മാസ് ഇറക്കിയത്. എന്തായാലും ആ ഒരു സമയം തൊട്ട് തന്നെ അണ്ണൻ പൊളിറ്റിക്കലി കുറെ ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മെർസൽ കഴിഞ്ഞ് സർക്കാർ വന്നപ്പോൾ അതിനും കുറെ പ്രശ്നം ഉണ്ടായി. ഇവിടെ തുപ്പാക്കിയുടെ കാര്യം പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്തതിന് പ്രശ്നം. എനിക്കറിയാത്തത് ഈ പോസ്റ്ററിലൊക്കെ സ്മോക്ക് ചെയ്യുന്ന സാധനം വന്നെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റാനാണെന്നാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ വായിച്ച സംഭവം ഞാൻ കൊടുത്തേക്കാം. പിന്നെ പലർക്കും അറിയുന്ന പോലെ നമ്മുടെ ലിയോ ഇറങ്ങിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ, അതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഞാൻ റെഡി എന്ന് പറയുന്ന പാട്ടിൽ ഡ്രഗ് ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തെ കുറെ പോർഷൻസ് വെട്ടിക്കളഞ്ഞ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു നല്ല പാട്ടായിരുന്നു, നല്ല ഫ്ലോയിൽ പോയൊരു പാട്ട് അവരത് വെട്ടിയിട്ട് ലാസ്റ്റ് അവർ ടൊങ് 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 എന്നാക്കി വെച്ച്. പിന്നെ സംഭവം വെട്ടിക്കളഞ്ഞെങ്കിലും അത്രയ്ക്ക് മോശമൊന്നും ഇല്ലായിരുന്നു പറയാൻ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ അതേ നമ്മൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ജനനായകന്റെ പ്രശ്നങ്ങൾ, ജനനായകൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് KVN പ്രൊഡക്ഷൻസ് കേസൊക്കെ പിൻവലിച്ചെന്നാണ്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെൻസർ ബോർഡ് പറയുന്ന പോലെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് തീരുമാനിച്ചത്. ഇനി അവർ പടം റീസെൻസർ ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി എന്തൊക്കെ വെട്ടിമുറിക്കേണ്ടി വരുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതിലും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ പടം റീസെൻസർ ചെയ്യാൻ അയച്ചിട്ടുണ്ട്, ഇതിന് സെൻസർ ബോർഡ് കാണണം, അവരിത് എന്ന് കാണുമെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്തായാലും ഞാൻ ഈ വോയിസ് ചെയ്യുന്ന സമയം വരെ പടത്തിന് റിലീസ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കുറെ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫെബ്രുവരി 20 പടം റിലീസ് ആവും, അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് അകത്ത് തന്നെ റിലീസ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ന് വരും എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, അതാണ് സത്യം. ജനുവരി 9 എങ്ങാണ്ട് വരെ ആയിരുന്ന പടമാണ്. അത് ഈ സെൻസർ ബോർഡും പ്രശ്നങ്ങളെല്ലാം കാരണം നീങ്ങി ഇപ്പൊ ഫെബ്രുവരി ആയി. എന്തായാലും പടം ഇലക്ഷന് മുമ്പ് ഇറക്കണം. ഇലക്ഷന് മുമ്പ് ഈ പടം ഇറക്കിയാലേ അണ്ണൻ ഇലക്ഷൻ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകത്തുള്ളൂ ഈ പടം കൊണ്ട്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും അവർ ഇത്ര ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഈ കട്ട് ചെയ്ത് കളയുന്നത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചു? അതിപ്പോ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും അല്ല. അതായത് എന്തായാലും അണ്ണൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുവാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ പടത്തിൽ അണ്ണന്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഉറപ്പായിട്ടും ഈ പടത്തിലൂടെ അണ്ണന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്താന്ന് പറഞ്ഞു വെക്കും. അത് 100% ശരിയാണ്. അതുകൂടാതെ ഉറപ്പായിട്ടും ഓപ്പോസിഷൻ പാർട്ടിക്കിട്ടുള്ള താങ്ങും ഈ പടത്തിൽ തന്നെ കാണും. അതുകൊണ്ടൊക്കെ തന്നെ ആവും ഇത്രയും വലിയ സംഭവമൊക്കെ ആവാൻ വേണ്ടിയുള്ള കാര്യം. അണ്ണൻ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞ CM ആവോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. കാരണം വേറൊന്നും അല്ല, ഇപ്പൊ അണ്ണന് കുറെ ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്
ശരിയാണ്. ബട്ട് ഈ ഫാൻസ് എല്ലാവരും അണ്ണന് തന്നെ വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ഈ സിനിമയല്ലല്ലോ പൊളിറ്റിക്സ്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ ഒരാൾക്ക് ഭയങ്കര സ്റ്റാർഡം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആള് പൊളിറ്റിക്സിൽ സക്സസ് ആവണമെന്നില്ല. ബട്ട് എന്തായാലും ഒപ്പോസിഷൻ പാർട്ടികൾക്കെല്ലാം പുള്ളി നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. ആൻഡ് അവരെല്ലാവരും പുള്ളിയെ ഭയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പടം ഇറങ്ങാൻ നേരത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരുന്നതും. അതായത് സിനിമ എന്ന് പറയുന്നത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മീഡിയമാണ്. ശരിയാണ്, ഒരു സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് എന്ത് എടുക്കണമെന്നുള്ളത് ഓഡിയൻസിന്റെ കയ്യിൽ തന്നെ ആണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ, പറയേണ്ട കാര്യം പറയേണ്ട രീതിക്ക് പറയുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തമിഴ്നാട്ടിലെ ഓഡിയൻസിനെയൊക്കെ ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഒരു സ്റ്റാറിനെ കാണുന്ന അല്ലെങ്കിൽ ഒരു ആക്ടറിനെ കാണുന്ന രീതിയിലല്ല തമിഴ്നാട്ടിൽ അവർ കാണുന്നത്. അവരൊരു ആക്ടറെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ എല്ലാവർക്കും അറിയാം സിനിമ വന്നു കഴിഞ്ഞ് ഉറപ്പായിട്ടും കുറെ ആൾക്കാരെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ പൊളിറ്റിക്കൽ പ്രഷർ ഈ പടത്തിന് വന്നേക്കുന്നത്. സത്യം പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ അണ്ണന് വേണമെങ്കിൽ ഒരു സിമ്പതി പോലൊക്കെ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ പുള്ളി അത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഈ പുള്ളി ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഈ സെൻസർ ബോർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ സെൻസർ ബോർഡിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ലൈക്ക് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇവരെന്തിനാണ് ഈ പടം വെട്ടിമുറിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഒരു പടം വരുമ്പോഴത്തേക്കിന് അത് സെൻസർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം കാണുക, എന്നിട്ട് അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഏജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഇപ്പം യു കൊടുക്കുക, U-A കൊടുക്കുക, A കൊടുക്കുക, S കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ട. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് ആൾക്കാർ അങ്ങ് തീരുമാനിക്കുക, ഈ നാട്ടിലുള്ളവന്മാർ ഇതൊക്കെ കണ്ടാൽ മതി, ഞങ്ങൾ പറയുന്ന സാമാനം ഒന്നും ഇവന്മാരെ കാണണ്ട. അതായത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇന്ന് തീരുമാനിക്കുവാണ് ഓഡിയൻസ് എന്ത് കാണണം എന്നുള്ളത്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരാൾ അവന് പറയാനുള്ള സാധനം കൊടുക്കുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെട്ട്, ഇവിടെ വെട്ട്, ഇവൻ ഇതൊന്നും പറയണ്ട, നമ്മൾ പറയണത് പറഞ്ഞാൽ മതി. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ഇതുപോലുള്ള സെൻസർ ബോർഡ് ഉണ്ടെന്ന്. ഇതുപോലൊക്കെ വെട്ടിമുറിക്കാൻ വേണ്ടി വല്ല രാജഭരണമൊക്കെ ആണെങ്കിൽ സമ്മതിച്ച്, ഇത് എന്തുവാണ് ഈ ഒരു സംഭവം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവരെ അവിടെയും കൂടെ ജോയിൻ ചെയ്യുക. നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ മൂവി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും അറിയാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ശരി എന്നാ, ഓക്കെ, ബൈ.